കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഒരാളെ ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് 1,50,000 രൂപയുടെ ക്യാമറ വാങ്ങിച്ചു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഏകദേശം 2 ലക്ഷം രൂപേൻ്റെ അടുത്ത് മൂപ്പര് ചിലവാക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞത് എൻ്റെ ചാനൽ റീച്ചില്ല, ആരും കാണുന്നില്ല, എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ലക്ഷങ്ങൾ ചിലവാക്കുന്ന ഒന്നല്ല കാര്യം എന്താ വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അത് വാങ്ങിക്കുക. അതിന് ഭയങ്കര പൈസയുള്ള സാധനമൊന്നും വാങ്ങിക്കൊന്നും വേണ്ട, നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട്, സാധാരണ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം, സക്സസ്ഫുള്ളായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ എന്തൊക്കെ വേണം. കാരണം ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആളുകൾ നോർമലി ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം. എന്താ വേണ്ടത്? ഒരു മൊബൈലും ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയിൽ ക്രിയേറ്റ് ചെയ്തു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരൊന്നുമില്ല. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പുറത്തിറങ്ങി ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ 2 തിരിച്ച് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിടാം. എന്നിട്ട് പരാതി പറയും, നമ്മളെ ചാനൽ റീച്ചില്ല, നമ്മളെ ചാനൽ വൈറലാവുന്നില്ല എന്ന് പറയും. ഇത് നോർമലി ആളുകൾ ചെയ്യുന്ന രീതി, നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുക, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. ഇനി അതല്ല, നിങ്ങൾ കൃത്യമായി പ്രൊഫഷണലായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണമല്ലോ. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ സക്സസ് ആയിട്ടുള്ള യൂട്യൂബർ ആവണമെങ്കിൽ എങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കണം, എന്തൊക്കെ നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ അതിന് നമ്മൾ വേണ്ടത് ആദ്യം നമ്മുടെ നിഷ് എന്താണ്, അതായത് നമ്മുടെ ടോപ്പിക് എന്താണ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് കണ്ടുപിടിക്കാൻ പറയുന്നത്? ഓരോ ടോപ്പിക്ക് ചെയ്യുന്ന ആളുകൾക്കും വേണ്ട ഡിവൈസുകളും അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് വേറെയാണ്. എല്ലാവർക്കും ഒരേ സാധനങ്ങളൊന്നല്ല വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിലാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ടോപ്പിക്ക് ബേസ് ആയിട്ടാണ് എക്യുപ്മെൻറ്റ്സ് വേണ്ടത് എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതായത് നോർമലി നമ്മുടെ ആളുകളൊക്കെ ചെയ്യുന്ന ടോപ്പിക്കുകളിൽ ഏറ്റവും ഫസ്റ്റ് നമ്പർ 1 കുക്കിംഗ് ആണ്. കുക്കിംഗ് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവരും കുക്കിംഗ് ചെയ്യുന്നത്? കുക്കിംഗ് ചെയ്യുന്ന കാര്യം, അവർ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വീഡിയോ എടുത്തിടുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് പല ആളുകളും ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള വീഡിയോസ്, പിന്നെ ട്രാവലിംഗ് വീഡിയോസ്, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, പിന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ്, ഇങ്ങനെയുള്ള പല കാറ്റഗറികളാണ് വരുന്നത്. ട്രാവൽ വ്ളോഗ്സ് അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഓരോരോ കാറ്റഗറി വരുന്ന സമയത്തും ഡിവൈസുകൾ മാറുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ എടുക്കുന്നത് ഇപ്പം നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും എന്ന് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഇൻഡോർ എന്ന വീടിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കുന്നത്, വീടിൻ്റെ പുറത്ത് വെച്ചെടുക്കുന്നത്. അപ്പം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ നീഡ്സ്, ആവശ്യങ്ങൾ മാറി വരും. നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്ക് മിക്കവാറും കുക്കിംഗ് ആണെങ്കിലും അതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണെങ്കിലും നിങ്ങളുടെ ടോപ്പിക്ക് അതായിരിക്കും മിക്കവാറും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടത്, ആദ്യം വേണ്ടത് നല്ല ഒരു ട്രൈപോഡാണ്. നല്ല ട്രൈപോഡ് നമ്മുടെ സ്റ്റാൻഡ്. ഇപ്പോൾ ട്രൈപോഡ് പല വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ട്രൈപോഡ് തന്നെ വാങ്ങിക്കുക. ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തതാണ്, 2 എണ്ണം ഞാൻ ഉപയോഗിക്കുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ട്രൈപോഡാണ്. അപ്പോൾ ഈ ട്രൈപോഡ് വാങ്ങിച്ചിട്ട് അതിൽ മൊബൈൽ ഫിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇൻഫോർമേറ്റീവായ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക്, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടത് നല്ല ഒരു ലൈറ്റ് കൂടി വേണം. അതായത് നിങ്ങളുടെ ഫേസിലേക്ക് അടിക്കാൻ പറ്റുന്ന നല്ലൊരു ലൈറ്റ്. ഇത് എക്സ്പെൻസീവായ ലൈറ്റ്സ് വാങ്ങണം എന്ന് ഞാൻ പറയില്ല, സാധാരണ ബൾബിട്ട് മുന്നിലിട്ട് വെച്ചാലും മതി. പക്ഷേ ആ ഒരു ലൈറ്റ് വരുമ്പോഴാണ് ഇപ്പം എൻ്റെ വീഡിയോ സൺലൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ക്വാളിറ്റി കിട്ടില്ല. പിന്നെ വേണ്ടത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലോത്ത്സ് വേണമെങ്കിൽ, ഓക്കെ, ഇത് ക്ലോത്താണ്. ഇത് നമുക്ക് ആമസോണിന് പല കളറിലുള്ള ക്ലോത്ത്സ് വാങ്ങിക്കാൻ കിട്ടും, പൈസ കുറവാണ്. പിന്നെ വിത്ത് ഫ്രെയിം ഉള്ളതുണ്ട്, അതായത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ മൊത്തം ഫ്രെയിം ഉള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ ഫ്രെയിമിന് സ്റ്റിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കുന്ന രൂപത്തിലുള്ള സാധനമുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ. ഇനി ഈ പറഞ്ഞ ആളുകൾക്ക് വേണ്ട മറ്റൊരു കാര്യം, നിർബന്ധമായിട്ടും മൈക്ക് വേണം. അപ്പോൾ മൈക്ക് എല്ലാവർക്കും വേണ്ട സാധനമാണ് മൈക്ക് എന്ന് പറയുന്നത്. ഏത് മൈക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത്? ഇത് കോമൺ ആണ്. പിന്നെ ചെറിയ വേരിയേഷൻ വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിനനുസരിച്ചിട്ട് മൈക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോൾ മൈക്ക് ഏതാണ് വാങ്ങിക്കുന്നത്? ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഹോളി ലാൻഡിൻ്റെ മൈക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഹോളി ലാൻഡിൻ്റെ മൈക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ എൻ്റെ പർപ്പസ് മൾട്ടി പർപ്പസാണ്, വേറെ പർപ്പസുകളുള്ളതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്.
നോർമലി ഉള്ള ആളുകൾ ഗ്രീനാറോൻ്റെ മൈക്കാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കണ്ടത്. ബാക്കിയൊക്കെ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം ഗ്രീനാറോൻ്റെ മൈക്ക് ഡ്യുവൽ മൈക്ക് വാങ്ങിച്ചാൽ നമുക്ക് അത്യാവശ്യം എല്ലാ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുക്കിംഗ് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ ഇതുപോലെ ഇൻഫോർമേറ്റീവായി ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ആളുകൾക്കും പിന്നെ അത്യാവശ്യം ബ്ലോഗൊക്കെ ചെയ്യുന്ന ട്രാവലിംഗ് ബ്ലോഗൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാം. എന്തിനാണ് മൈക്കില്ലാതെ വീഡിയോ ചെയ്തുകൂടെ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ 2025 ആവുന്നതോടുകൂടി നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ഡിവൈസുകൾ, പുതിയ മൈക്കുകൾ. അപ്പം നമ്മൾ ഈ പഴയ മൈക്കൊന്നും ഇല്ലാത്തൊരു വീഡിയോ ഇടുന്ന സമയത്ത് അവരുടെയും നമ്മുടെയും വീഡിയോ കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി ഉണ്ടാവില്ല. ഇപ്പം ഞാൻ എൻ്റെ മൈക്ക് എടുത്ത് ദൂരെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണ് വ്യക്തമായിട്ട് കേൾക്കില്ല. അപ്പം വ്യക്തമായിട്ട് ആളുകൾക്ക് കേൾക്കണം നിങ്ങൾ എന്താണ് പറയുന്നത്. അതിന് നിർബന്ധമായിട്ട് മൈക്ക് വാങ്ങിക്കണം. ഇതിന് മുന്നേ നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നത് ബോയയുടെ മൈക്കാണ്, ബോയയുടെ M1 വയേർഡ് മൈക്ക്. ഈ മൈക്കിൻ്റെ പ്രശ്നം ഒന്ന്, ഇതിൻ്റെ വയറ് പശുവിനെ കെട്ടിയിട്ട പോലെ ഉണ്ടാവും. നമ്മൾ പശുവിനെ പറമ്പിൽ കെട്ടിയിട്ട പോലെ ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി എല്ലായിടത്തും ചുറ്റും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പുതിയതായിട്ട് വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ഈ ഓഡിയോ ജാക്കിൻ്റെ ആ പിന്നില്ല. അപ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ ഇനി വരുമ്പോൾ അപ്ഡേറ്റ് ആയി വരുമ്പോൾ നമ്മൾ ഈ മൈക്ക് കളയേണ്ടി വരും. അപ്പോൾ അതും ഒരു വിഷയമാണ്. അപ്പോൾ നിങ്ങൾ ഈ വയർലെസ് മൈക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. ഈ ഗ്രീനാറോൻ്റെ മൈക്ക് എന്ന് പറയുന്നത് വില കുറവാണ്, 2400 വരുന്നില്ല. അത് വയർലെസ് മൈക്കാണ്. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ബോയയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൈക്ക് നിർബന്ധമായിട്ടും വാങ്ങിക്കുന്നത് നല്ലത്. ഇനി വോയിസ് ഓവർ കൊടുക്കുന്ന ആളുകൾ, അതായത് നമ്മളിപ്പോൾ ഇമേജസോ വീഡിയോസൊക്കെ വെച്ച് വോയിസ് ഓവർ കൊടുക്കുന്ന ആളുകൾക്ക് മൈക്ക് ഇല്ലെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ചില ആപ്പുകൾ വെച്ചിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാകും, കാരണം നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പോകേണ്ടതുകൊണ്ട് കുറച്ച് ലെങ്ത് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഡോറിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഇനി ഷൂട്ട് ചെയ്യാം, വീഡിയോ എടുക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? നോർമലി മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ മതി. ഈ പറഞ്ഞ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ആളുകൾക്കും മറ്റൊക്കെ ആയിട്ട് ഇതേപോലെ ട്രൈപോഡിൽ വെച്ച് ചെയ്യുന്ന ആളുകൾക്ക് സാധാരണ മൊബൈൽ ഫോൺ വെച്ച് ചെയ്യാം. ലൈറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ലൈറ്റ് കൃത്യമായിട്ട് അടിച്ചാൽ നല്ല മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ട്രൈപോഡ്, മൊബൈൽ, അതുപോലെ ഈ മൈക്ക്, ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് ലൈറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. ആമസോണിലൊക്കെ പ്രത്യേക ലൈറ്റ്സൊക്കെ ഉണ്ട്. നമ്മൾ ഈ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോയിലേക്ക് ഇങ്ങനെ മുകളിൽ ലൈറ്റ് അടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ക്യാമറ ആംഗിൾസും കാര്യങ്ങളൊക്കെ വേറെ സപ്പോർട്ടീവായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് ഒരു കുക്കിംഗ് വീഡിയോ പോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. സെറ്റപ്പ് ഇത്രേ ആവശ്യമുള്ളൂ. ഇനി ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ വേണം? ട്രാവൽ, അതായത് ഔട്ട്ഡോറിലേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണം? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രശ്നം, നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് മിക്കപ്പോഴും നടന്നിട്ടായിരിക്കും. ക്യാമറ പിടിച്ച് ഇങ്ങനെ നടന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക. അപ്പോൾ ഈ ക്യാമറ പിടിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ സ്റ്റെബിലിറ്റി വേണം. സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വീഡിയോ ഇങ്ങനെ കുലുങ്ങി പോകരുത്. അപ്പോൾ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ട ഓപ്ഷൻസ് പുതുതായിട്ട് വരുന്ന മിക്ക മൊബൈൽസിലും ഉണ്ട്. അപ്പോൾ ആ മൊബൈൽസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി അല്ലെങ്കിൽ നല്ല വീഡിയോ ക്വാളിറ്റി കിട്ടുന്ന മൊബൈലായിരിക്കും. പക്ഷേ സ്റ്റെബിലിറ്റി ഓണാക്കുന്ന സമയത്ത് ചില സമയത്ത് ഇതിൻ്റെ ലൈറ്റ് വരുന്നതൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് വീഡിയോ ക്വാളിറ്റി കുറച്ച് ഡൗൺ ആവും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ട്രാവൽ വ്ളോഗ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗിംബൽ വാങ്ങിക്കാം. ഗിംബൽ എന്ന് പറയുന്നത് ഈ പറയുന്ന കുലുക്കും മറ്റും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോണിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഗിംബൽ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഗിംബൽ. ഇത് പല കമ്പനിയുടെ ഉണ്ട്. DJIൻ്റെ ആണ് ഏറ്റവും ബെറ്റർ, ഡിജിടെക്കിൻ്റെ ഉണ്ട്. ഡിജിടെക്കും രണ്ടും നല്ലതാണ്. അപ്പോൾ ജിംബൽ വാങ്ങിച്ചിട്ട് പിന്നെ അഡ്വാൻസ് ആയിട്ട് കുറേ ജിംബൽസ് ഉണ്ട് കേട്ടോ. ജിംബൽസ് 12,000 ഒക്കെ നല്ല സാധനങ്ങളുണ്ട്. പക്ഷേ നമുക്ക് 7,000, 8,000 അല്ലെങ്കിൽ 5,000 ഇടയിലുള്ള 5,000 8,000 ഇടയിലുള്ള കുറേ ഗിംബൽസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല സിനിമാറ്റിക് ആയിട്ട് കിട്ടിലും വീഡിയോ എടുക്കാൻ പറ്റും. കാരണം ഇങ്ങനെ വീഡിയോ എടുത്താൽ എന്താ ഗുണം എന്നറിയും? നമ്മൾ വീഡിയോ കാണുമ്പം അതിനൊരു ഫ്ലോ ഉണ്ടാവും. ആ ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ആ രൂപത്തിൽ വേണം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്നവർ. ഇനി ട്രാവലിംഗ് വ്ളോഗ് ചെയ്യുന്നവർക്ക് വേണ്ട മറ്റൊരു ഡിവൈസ്, അതായത് നമുക്ക് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആക്ഷൻ ക്യാമറാസാണ്. അത് ഗോപ്രോ ഉപയോഗിക്കാം, ആക്ഷൻ ക്യാമറാസ് ഉപയോഗിക്കാം. DJIൻ്റെ ആക്ഷൻ ക്യാമറാസ് ഉണ്ട്, അത് ഉപയോഗിക്കാം. പിന്നെ DJIൻ്റെ ഓസ്മോ ഉണ്ട്. DJI ഓസ്മോ എന്ന് പറയുന്നത് 1, 2, 3 ഒക്കെ ഉണ്ട്. അതിൽ 2ഉം 3ഉം ആണ് നല്ലത്. പറ്റുമെങ്കിൽ 3 ആണ് ഏറ്റവും ബെറ്റർ. നല്ല കളർ ക്വാളിറ്റി, നല്ല വീഡിയോസ് എല്ലാം അടിപൊളിയായിട്ട് എടുക്കാം. വളരെ ചെറിയ ഡിവൈസാണ് DJIൻ്റെ ഓസ്മോ 3. ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ.
അത് വെച്ച് നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. DJൻ്റെ ഓസ്മോ 3 പറഞ്ഞു, ഗിംബൽ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പം മറ്റൊരു സാധനമാണ് ഈ കാണുന്നത്. ഇത് ഗൊറില്ല പോഡ് എന്നൊക്കെ പറയും. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതെങ്ങനെ വേണം നമുക്കിങ്ങനെ ഒടിച്ചു വെക്കാം. ഇതുണ്ടോ, ഇതിനൊക്കെ 850 രൂപ 1000 രൂപയുടെ താഴെയൊക്കെ ഉള്ളൂ. ഇതിങ്ങനെ ഒടിച്ചു വെക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മരത്തിനോ മറ്റോ ഇങ്ങനെയൊക്കെ ഒടിച്ചു വെച്ചിട്ട് വീഡിയോ എടുക്കാം. പിന്നെ ചില ആളുകൾക്ക് നല്ല രീതിയിൽ ഇത് പിടിക്കാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ പിടിച്ചാൽ ഗിംബലിൻ്റെ പൈസ ഒഴിവാക്കി തൽക്കാലം നമുക്കിത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് പോവാം. അപ്പോൾ ചെറിയ ചെറുക്കി ഇപ്പം തന്നെ എൻ്റെ കൈ വറക്കുന്നുണ്ടോ. ഞാനിപ്പോൾ ഈ ഡൈനോസറിൻ്റെ സിനിമയിലുള്ള പോലെയാണ്. ഡൈനോസറിൻ്റെ സിനിമയിൽ മറ്റേ ഗ്ലാസ്സിലെ വെള്ളം കുലിക്കുന്നില്ല, അതുപോലെ ഞാനിത് പിടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല. പറ്റുന്നവരുണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഹാൻഡ് ഹെൽഡായിട്ട് പിടിച്ച് വീഡിയോ എടുക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇത് പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ചില സമയത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഗിംബലിൻ്റെ ചാർജ് കഴിഞ്ഞാലൊക്കെ നമുക്കിത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ്. പിന്നെ മറ്റൊരു സാധനം കൂടി കാണിച്ചു തരാം. ഇത് എൻ്റെ DJൻ്റെ ക്യാമറ, ആക്ഷൻ 3 ക്യാമറയുണ്ട്. അതിലുപയോഗിക്കുക, അതുപോലെ മൊബൈലിൽ ഉപയോഗിക്കുക, രണ്ടും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എക്സ്പാൻഡബിൾ ആണ്. കണ്ടോ, എക്സ്പാൻഡ് ചെയ്തിട്ട് 5 അടി വരെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സാധനം ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. സ്റ്റാൻഡ് ഉണ്ട്, ഇതിങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ ഇതിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്ര നല്ലതല്ല ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ചെറുതാക്കിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാം. ഇതിന് 1200 1500 രൂപേൻ്റെ ഉള്ളിലുള്ളൂ. ഇത് നമുക്ക് പുറത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാവൽ വ്ളോഗൊക്കെ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു. അപ്പോൾ പുറത്ത് വീഡിയോ എടുക്കാൻ പോകുന്നവർ, ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവർ മൊബൈലിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഗിംബൽസ് യൂസ് ചെയ്ത് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ DJൻ്റെ ഓസ്മോ 3 ഉണ്ട്. പിന്നെ ആക്ഷൻ ക്യാമറാസ് ഇപ്പം 4ഉം 5ഉം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. 3, 4, 5 എൻ്റെ കയ്യിലുള്ളത് 3 ആണ്. അപ്പോൾ 3ക്ക് ചെറിയ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അപ്പം നമുക്ക് 4ഉം 5ഉം ഒക്കെ അടിപൊളിയായിട്ട്, പ്രത്യേകിച്ച് 5 ഒക്കെ എടുക്കാണ്ടെങ്കിൽ അടിപൊളി വിഷ്വൽസ് കിട്ടും. കുറച്ച് റേറ്റ് ഉണ്ട്, 40,000 രൂപേൻ്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഫേമസ് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഗോപ്രോ ക്യാമറാസ് നമുക്ക് വേണം ഉപയോഗിക്കാം. ഇതൊക്കെ ട്രാവൽ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഡിവൈസുകളിൽ ഏതെങ്കിലും ഒന്ന് മതിയാവും നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈക്കിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മൈക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം. അതായത് നമുക്ക് ഗ്രീനാറോ 2500 കിട്ടുന്ന സമയത്ത് ഈ മൈക്കിന്, ഞാൻ ഉപയോഗിക്കുന്ന മൈക്കിന് ഏകദേശം 12,000 രൂപയുണ്ട്. ഇതിനേക്കാളും വില കൂടിയതുണ്ട്. DJയുടെ മൈക്ക് 18,000-ന് 20,000-നുണ്ട്. അതുപോലെ നമുക്ക് പിന്നെ റോഡിൻ്റെ മൈക്കുണ്ട്, ഇതിനേക്കാളും എക്സ്പെൻസീവാണ്. അപ്പോൾ എന്തിനാണ് ഇത്ര എക്സ്പെൻസീവായ മൈക്ക് ഉപയോഗിക്കുന്നത്? നമ്മൾ ചില കേസിൽ ഇൻ്റർവ്യൂസ് എടുക്കുന്ന സമയത്ത് 2 പേരെ നിന്നുകൊണ്ട് ഇൻ്റർവ്യൂസ് എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് ഉണ്ടെങ്കിലാണ് നല്ല സൗണ്ട് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി മൈക്സ് വേണ്ടിയിട്ട്, അതും ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് ആവശ്യം വരിക. എല്ലാവർക്കും ഒന്നും ആവശ്യമില്ല. നിങ്ങൾ സാധാരണ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മൈക്കൊന്നും വേണ്ട. ഞാനിത് വാങ്ങിച്ചത് ഞാനിതുപോലെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് വെച്ച് വീഡിയോ എടുക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിലയിൽ മാത്രമല്ല, ഇതിൻ്റെ ഈ വോയിസ് ക്യാപ്ചറിങ് ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ എത്രത്തോളം വോയിസ് ക്യാപ്ചർ ചെയ്യുന്നു, എത്രത്തോളം വോയിസ് ക്ലാരിറ്റിയിൽ ക്യാപ്ചർ ചെയ്യുന്നു എന്നുള്ളതിന് ഡിഫറൻസ് ഈ ഓരോ മൈക്കിനുണ്ട്. ഇപ്പോൾ DJൻ്റെ ആയാലും ഇപ്പോൾ റോഡിൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ഓഡിയോസ് കിട്ടും. അതുപോലെ അതിൻ്റെ ക്ലാരിറ്റി നന്നായിരിക്കും. അപ്പം ഗ്രീനാറോൻ്റെ മൈക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ലൗഡ്നെസ് കിട്ടും, നല്ല സൗണ്ട് ഉണ്ടാകും. പക്ഷേ ക്ലാരിറ്റി എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അതെങ്ങനെ മനസ്സിലാവുമെന്ന് അറിയാം. നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഫോറസ്റ്റിൽ പോകുമ്പോൾ കുറേ ചീവീട് കരയുന്നതും അതുപോലെ ഫോറസ്റ്റിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇങ്ങനെ സൗണ്ട്സ് ഉണ്ടല്ലോ, അത് കിട്ടില്ലായിട്ട് ക്യാപ്ചർ ചെയ്യും ഇങ്ങനെയുള്ള മൈക്സ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാധാരണ വീട്ടിൽ നിന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നവർക്ക് ഇതൊന്നും വേണ്ട. എന്ത് മതി, ഗ്രീനാറോന് മൈക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള വയർലെസ് മൈക്ക്, വില കുറഞ്ഞ മൈക്കുകൾ മതിയാവും, ധാരാളമാണ്. നിങ്ങൾ പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ തന്നെ മതി. പക്ഷേ വിഷ്വൽ ക്വാളിറ്റി സൂപ്പറായിരിക്കണം. അതായത് ഫോൺ വെച്ചിട്ട് നമ്മുടെ ട്രൈപോഡിലൊക്കെ വെച്ച് നേരെ കിടിലായിട്ട് വെച്ചിട്ട് പറയണം. ഇനി ഇവിടെ പ്രശ്നം വരുന്നത് എന്താ അറിയോ, ഇനി ഇവിടെ എന്താ പ്രശ്നം അറിയോ, ഈ ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്ന ആദ്യത്തെ തുടക്കക്കാരായ ആൾക്കാർ ചെയ്യുന്നത്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോയിട്ട് ഇതുപോലെ ഇതിൽ ക്യാമറയും വെച്ചിട്ട് ഫോണും വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതെടുത്തിട്ട് ഇങ്ങനെ നടക്കും.
നടക്കുക വെച്ചാൽ ഞാനിപ്പോൾ എടുക്കാൻ പോയ ആ സ്ഥലത്ത് വന്നിറങ്ങിയത് മുതൽ ഇതിൻ്റെ കയ്യിലുണ്ടാവും. നമ്മൾ വിചാരം എന്താ അറിയോ, ഇത് ഫുള്ള് റെക്കോർഡ് ചെയ്യണം, ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ട് വേണം യൂട്യൂബിലിടെ. അപ്പോൾ എന്നിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാനെടുത്ത വിഷ്വൽ കാണാൻ വേണ്ടി ഒരു ഭംഗി ഉണ്ടാവില്ല. ഞാൻ വിചാരിക്കും ഇതെന്താണ് എനിക്ക് മാത്രം പറ്റാത്തത്, ബാക്കി എല്ലാവരും കിടലും സാധനങ്ങൾ ഇടുന്നു, നമ്മളിത് എങ്ങനെ എടുത്താൽ ഈ കുളത്തിലേ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മൊത്തം വീഡിയോ എടുക്കുന്നു വേണ്ട, പ്രധാനപ്പെട്ട കാര്യങ്ങൾ കട്ട് ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എഡിറ്റിംഗ് സമയത്ത് കിടിലാക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അതാണ് ഇത് ഇത്രയും ബേസിക്കായിട്ട് പറഞ്ഞാൽ എന്താ പറയുക, ഞാനൊക്കെ തുടക്കത്തിൽ ചെയ്ത മിസ്റ്റേക്ക് ആയതുകൊണ്ട് പറയുന്നതാണ്. കാരണം ഞാൻ ആലോചിച്ചത് എന്താണ് ഇങ്ങനെ വർക്ക് ചെയ്യാത്ത ഈ സാധനം. ഞാനൊരു ഫോറസ്റ്റ് പോയി, ബ്രഹ്മഗിരി ഫോറസ്റ്റിൽ പോയിട്ട് ഇപ്പോഴും എൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. ഫോറസ്റ്റ് മുഴുവൻ നടക്കുന്ന മൊത്തം വീഡിയോ എടുത്ത്, എന്നിട്ട് ഇത് കാണുമ്പോൾ എനിക്കൊരു എന്താ പറയുക, ഇതെന്താണ് ഇങ്ങനെ കുറേ ഫയലും ഉണ്ട്. അപ്പോൾ അവിടെ പ്രശ്നം പറ്റിയത് ഇതാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മിസ്റ്റേക്കുകളുണ്ട്. അതായത് എത്ര വില കൂടിയ 2 ലക്ഷത്തിൻ്റെ ക്യാമറ വന്നാലും എടുക്കുന്ന ആൾ കൃത്യമായിട്ട് എടുത്തില്ലെങ്കിൽ കാര്യം കൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്കിത് എങ്ങനെയാണ് എടുക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വേറെ തന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ് പിന്നെ വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം പ്രത്യേകം ബ്ലോഗേഴ്സിന് എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്ലാനുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് ഞാൻ അനൗൺസ് ചെയ്യാം. അപ്പം ഈ കാര്യങ്ങൾ കുറേ കാര്യങ്ങളെ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നിർത്തുന്നത്. അപ്പോൾ ഇനി പറ്റിയെങ്കിലും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ലൈവ് സെക്ഷൻ കൂടി ഇടാം. ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും വരിക, എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അവിടെ ആകുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറായാലും കുഴപ്പമില്ല. ഇപ്പം വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ചുരുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഇൻഡോർ വീട്ടിനുള്ളിൽ നിന്ന് ചെയ്യുന്നവർക്ക് വേണ്ട സാധനങ്ങൾ, ട്രൈപോഡ് കാര്യങ്ങളൊക്കെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ട്രൈപോഡ് വാങ്ങിക്കുക, അതുപോലെ നല്ലൊരു മൈക്ക് വാങ്ങിക്കുക. ഔട്ട്ഡോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വീഡിയോസാണ് ഷൂട്ട് ചെയ്യുന്നത്, ഔട്ട്ഡോർ ആണ് മിക്കവാറും നമ്മൾ എടുക്കുന്നത് ട്രാവൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് എക്സ്പെൻസീവായ സംഭവങ്ങളുണ്ട്. ഗിംബലൊക്കെ ആണെങ്കിൽ വില കുറവാണ്. പിന്നെ ഇതായാലും മതി, ഇത് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് ഇത് വെച്ചെടുക്കാം. പിന്നെ ബാക്കിയെല്ലാം കിടക്കുന്നത് എഡിറ്റിങ്ങിലാണ്. നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നന്നായ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്. ഇതിലേത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായ ഡിവൈസുകൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, നല്ല വീഡിയോ എടുക്കുക. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ അതിനോടുള്ള ഭയങ്കര ഒരു ഇഷ്ടവും പാഷനും കൊണ്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ നമ്മുടെ ഫേസിലും നമ്മുടെ വീഡിയോയിലും അത് പുറത്ത് വരും. എത്രത്തോളം ഇഷ്ടത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിൽ ജനങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. സബ് ചെയ്യാത്ത എല്ലാവരും സബ് ചെയ്യുക, പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സബ് പലരും ചെയ്യുന്നില്ല. അതിങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പോകുന്ന ഫ്ലോയിൽ മറന്നു പോകുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും സബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.